നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഇതാണ് ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിക്കുന്ന ആരാ? ഓഡിറ്റേഴ്സ് ആണ് അല്ലെ, നമ്മൾ ഓഡിറ്റേഴ്സ് ആവാൻ പോകുന്നവരാണ് അല്ലെ. അപ്പൊ ഓഡിറ്റിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, വാട്ട് ഈസ് മെന്റ് ബൈ ഓഡിറ്റിംഗ്? ഓക്കെ, അതേപോലെ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താ, ഒരു ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ ഓഡിറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഏതൊക്കെ ഏരിയാസ് ആണ് ഓഡിറ്റിംഗിൽ കവർ ചെയ്യേണ്ടത്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഓഡിറ്റിംഗ് ഒരു ഓഡിറ്റർക്ക് ആവശ്യം, അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ ആവശ്യം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യണം. നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ ഹെഡിങ് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഓഡിറ്റിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം തന്നെ ഓഡിറ്റിംഗ് എന്താണെന്ന് അറിയണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്യണം. 1 അക്കൗണ്ടിങ്, 2 ഓഡിറ്റിംഗ്, 3 ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ എന്താ അക്കൗണ്ടിംഗ് എന്ന് അറിയണം, എന്താ ഓഡിറ്റിംഗ് എന്ന് അറിയണം, എന്താ ഇൻവെസ്റ്റിഗേഷൻ എന്ന് അറിയണം. ഇത് പഠിക്കേണ്ട ഉദ്ദേശത്രേ ഉള്ളൂ. ഓഡിറ്റിംഗും അക്കൗണ്ടിങ്ങും മിക്സ് ആവാനും പാടില്ല, ഓഡിറ്റിംഗ് ഒരിക്കലും ഇൻവെസ്റ്റിഗേഷൻ ആവാനും പാടില്ല. സോ ഈ 3 ടേംസിന്റെ മീനിങ് എന്താന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതോ നമ്മുടെ സബ്ജക്ട് മാറ്റർ എന്നുള്ള ഓഡിറ്റിംഗ് ആണെങ്കിൽ പോലും എന്താണ് അക്കൗണ്ടിങ്, എന്താ അക്കൗണ്ടിങ് നമ്മൾ അക്കൗണ്ടൻസിയിൽ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ അല്ല അവിടെ ഡീൽ ചെയ്യുക. എന്താണ് അക്കൗണ്ടിങ് ഫ്രം ഓഡിറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, എന്താണ് ഇൻവെസ്റ്റിഗേഷൻ. ഈ ഒരു ഭാഗം നമ്മുടെ ബുക്കിൽ കവർ ചെയ്യാത്ത ഒരു ഭാഗമാണ്, നമ്മുടെ ബുക്കിൽ ഇല്ലാത്തൊരു ഭാഗമാണ്. പക്ഷെ ഓഡിറ്റിംഗ് പഠിക്കുന്ന ബേസ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കവർ ചെയ്തിരിക്കണം. സോ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ടേം ആണ്. വാട്ട് ഈസ് അക്കൗണ്ടിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ് പെർ സർട്ടിഫൈഡ് അല്ലെ പബ്ലിക് അക്കൗണ്ടൻസ്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അക്കൗണ്ടിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ്. ഒരു വലിയൊരു ഡെഫിനിഷൻ പഠിച്ചു കാണും. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഓഡിറ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് അക്കൗണ്ടിംഗ്, ഓഡിറ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് അക്കൗണ്ടിംഗ്. സോ ശ്രദ്ധിച്ചോ കേട്ടോ, ബിഗിൻസ് വിത്ത്, എൻഡ്സ് വിത്ത്. 2 കാര്യങ്ങളാണ് പറയുന്നത് അക്കൗണ്ടിങ്ങില്. ബിഗിൻസ് വിത്ത് അതിന്റെ തുടക്കം, എൻഡ്സ് വിത്ത് അതിന്റെ ഒടുക്കം, അവസാനം. സോ ഇറ്റ് ബിഗിൻസ് വിത്ത് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. റെക്കോർഡിംഗ്, ക്ലാസിഫൈ, സമ്മറൈസിങ്. നീ എന്ത് റെക്കോർഡ് ചെയ്യണു, എന്ത് ക്ലാസിഫൈ ചെയ്യണു, എന്ത് സമ്മറൈസ് ചെയ്യണു? ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. അപ്പൊ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ റെക്കോർഡ് ചെയ്യണു, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ സമ്മറൈസ് ചെയ്യണു, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. സോ ബിഗിൻസ് വിത്ത്. സോ അക്കൗണ്ടിംഗ് ബിഗിൻസ് വിത്ത് റെക്കോർഡിംഗ്. നമുക്കറിയാം റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ജേർണലൈസ് ചെയ്യുക, ക്ലാസിഫൈ, ലെഡ്ജറിലത്തെ പല അക്കൗണ്ടുകൾക്കാക്കി മാറ്റുക, സമ്മറൈസ് ചെയ്യുക, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. എന്തിന്റെ? ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ആൻഡ് എൻഡ്സ് വിത്ത് എങ്ങനെ അവസാനിക്കുന്നത്? ഇത് വളരെ ഇമ്പോർട്ടന്റ്. റിപ്പോർട്ടിംഗ് ദീസ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത്, ഇങ്ങനെ സമ്മറൈസ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ റിപ്പോർട്ട് ചെയ്യുക. ആരൊക്കെ? ടു ദ യൂസേഴ്സ്. യൂസേഴ്സിന് റിപ്പോർട്ട് ചെയ്യുന്നു. ഏത് രൂപത്തിലാ? ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സ് ചേർന്ന, ഇത്രയും പ്രോസസ്സ് അടങ്ങിയിട്ടുള്ളതാണ് എന്റെ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ടേം. ഓക്കെ, സോ ഫ്രം ഓഡിറ്റേഴ്സ് പെർസ്പെക്ടീവ് അക്കൗണ്ടിംഗ് ഇറ്റ് ബിഗിൻസ് വിത്ത് ഏതൊക്കെ കാര്യങ്ങളാണ്? റെക്കോർഡിംഗ്, ക്ലാസിഫൈ, സമ്മറൈസിങ്. എന്താ? ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. ആൻഡ് എൻഡ്സ് വിത്ത് എന്താ? റിപ്പോർട്ടിംഗ്. അത് റിപ്പോർട്ട് ചെയ്യുക. ആരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്? of these financial information to the users. Users of financial statements അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആരൊക്കെയാണ് യൂസേഴ്സ്? അവർക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ റിപ്പോർട്ട് ചെയ്യുന്ന ഏത് രൂപത്തിലാ? ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ടേം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ആ വാക്ക് പറയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരേണ്ടത് വെറും ജേർണലൈസിങ്ങും ലെഡ്ജർ പ്രിപ്പറേഷനും ട്രയൽ ബാലൻസും മാത്രമല്ല, അത് റിപ്പോർട്ട് ചെയ്തിട്ട്, അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആക്കിയിട്ട് അത് യൂസേഴ്സിന് റിപ്പോർട്ട് ചെയ്യണ വരെയുള്ള ആ മൊത്തം പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? അക്കൗണ്ടിംഗ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അക്കൗണ്ടിംഗ് എന്നുള്ള ടേമിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുക ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. അക്കൗണ്ടിംഗ് എന്നുള്ള ടേം എന്തായി മാറി? കൺവെൻഷണൽ ടേം ആയി മാറി. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുക ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിഗിൻസ് വിത്ത് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ് ഓഫ് എന്താ? ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ആൻഡ് എൻഡ്സ് വിത്ത് റിപ്പോർട്ടിംഗ് ദീസ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ദി യൂസേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അതർ പോയിന്റ്സ്. മറ്റു പോയിന്റ്സ് എന്താ അക്കൗണ്ടിംഗുമായി ബന്ധപ്പെട്ടത്? അറിയാവുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത് വേറെ രൂപത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം, പ്രസന്റ് ചെയ്യുന്നു മാത്രം കേട്ടോ. പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. അത് ഓഡിറ്റിംഗ്. ഞാൻ പറഞ്ഞു അക്കൗണ്ടിംഗ് നമ്മൾ ഓഡിറ്റിംഗിന്റെ പെർസ്പെക്ടീവിലാണ് പഠിക്കണമെന്ന് പറഞ്ഞു അല്ലെ. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക, അത് പ്രസന്റ് ചെയ്യുക. പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്,
അത് പ്രിപ്പയർ ചെയ്യുക, പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ആക്കി മാറ്റുക. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക, പ്രസന്റ് ചെയ്യുക, ഓക്കെ, ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. അത് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ടു ബി പ്രിപ്പയർഡ് ആൻഡ് പ്രസന്റഡ്. അത് പ്രിപ്പയർ ചെയ്യണം, പ്രസന്റ് ചെയ്യണം. എങ്ങനെ? ഇൻ അക്കോർഡൻസ് വിത്ത്, ഏത് അടിസ്ഥാനത്തിലായിരിക്കണം? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, FRFW ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. FRFW ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്തിട്ടും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്ത്? preparation and presentation of financial statements. എന്താ FRFW? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ചട്ടക്കൂട് അല്ലെ, ചട്ടക്കൂട്. വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്നൊക്കെ പറയാം അല്ലെ. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ചില ചട്ടക്കൂടുകൾ, അതിന്റെ അടിസ്ഥാനത്തിലും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യേണ്ടത്. പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. Financial statements are to be prepared and presented in accordance with the financial reporting framework and accounting standard. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമാണ് financial statements are called as general purpose financial statements. Very important. Okay, നമ്മൾ വെറും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല പറയാ, ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അത് നമുക്ക് നോക്കാം അടുത്തേ കേട്ടോ. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെറും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നല്ല പറയേണ്ടത്, ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ എന്താ ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മീൻസ് financial statements prepared and presented in accordance with financial reporting framework. A financial reporting framework and അടിസ്ഥാനത്തിലാണ് ഞാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അത് ഓൾറെഡി അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കാം. സോ ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മീൻസ് financial statements prepared and presented in accordance with the financial reporting framework. General purpose financial statements means financial statements which are prepared and presented in accordance with the financial reporting framework. അപ്പൊ എന്താണ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലായില്ല. ഇനി ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് ആസ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ്, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം, എങ്ങനെയാണ് JPFS ആവാന്ന് മനസ്സിലായി, ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവാന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം? ഓക്കെ, if the financial statements are prepared in accordance with FRFW അല്ലെ, FRFW-നെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് എന്നാണ് പറഞ്ഞത് അല്ലെ, ചെയ്യുകയാണെങ്കിൽ, if the financial statements are prepared in accordance with the financial reporting framework, it will be reliable. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിലയബിൾ ആയിരിക്കും, കമ്പയറബിൾ ആയിരിക്കും, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി റിലയബിൾ, comparable, understandable financial statements. അത് reliable financial statements ആയിരിക്കും, comparable financial statements ആയിരിക്കും, understandable financial statements ആയിരിക്കും. ഈ മൂന്ന് ടേംസ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ, കാരണം ഇതിന്റെ ഇമ്പോർട്ടൻസ് പല ഭാഗത്തായിട്ട് വരും. ഏതൊക്കെയാ? reliable, comparable, understandable. So if the financial statements are prepared in accordance with the financial reporting framework, അല്ലെ, it will be reliable financial statement, comparable financial statement, understandable financial statement. ആരൊക്കെ? For the common users. Common users understandable ആയിരിക്കും. അതുകൊണ്ട് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ജനറൽ യൂസേഴ്സ്, കോമൺ യൂസേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഈ കോമൺ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെല്ലാവരല്ല, അക്കൗണ്ടിങ് ലാംഗ്വേജ് അറിയാവുന്ന അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട, അതാണ് ഈ കോമൺ യൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജനറൽ പബ്ലിക് അല്ല കേട്ടോ. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് because if the financial statements are prepared and present in accordance with the financial reporting framework, it will be reliable, comparable, understandable financial statement for the common users. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു കേട്ടോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതും പ്രസന്റ് ചെയ്യുന്നതും റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന പ്രസന്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണ്. അതിന് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിന് അടിസ്ഥാനത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്ന ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് പറയാൻ? ഇഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് പ്രസന്റ് അക്കോർഡൻസ് വിത്ത് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, ഇറ്റ് വിൽ ബി റിലയബിൾ, comparable, understandable financial statement for the common users. In a general purpose financial statements includes, ഒരു general purpose financial statements എന്തൊക്കെ components ആണ്? ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, അത് ബേസിക് നോളജ് ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി, ഇക്വിറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L,
നമ്മൾ സാധാരണക്കാരന്റെ ഭാഷ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സംഭവം എന്തില്ല, പ്രാക്ടിക്കൽ ലെവലില്ല. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ എന്നാണ് യൂസ് ചെയ്യുക. സോ ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, എന്നാലും ഇത് പ്രിപ്പയർ ചെയ്യണോണ്ട് തെറ്റില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിംഗ് പോളിസീസ്. ഏതൊക്കെ അക്കൗണ്ടിംഗ് പോളിസീസ് ആണ്? മെറ്റീരിയൽ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പോളിസീസ് ആണ്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പോളിസീസ് ആണ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. then explanatory notes, ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു നോട്ടും ഉണ്ടാവും കേട്ടോ. ഇത്രയും ചേർന്നാണ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ, then cash flow statement, significant accounting policies, explanatory notes. Repeat ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ്, statement of equity, statement of P&L, cash flow statement, significant accounting policies, explanatory statement. ഇതൊക്കെ ചേർന്നാണ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഞാൻ അതിൽ പെടാത്തതാണ് പറയണത്, does not include. GPFS പെടാത്തത് ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. ഡയറക്ടർ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ട് ഒരിക്കലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമല്ല, ആനുവൽ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. പക്ഷെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമല്ല. ചെയർമാൻ സ്റ്റേറ്റ്മെന്റ്, ചെയർമാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഇത് രണ്ടും എന്തെല്ലാം നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാറ്റഗറിയിൽ എന്ത് ചെയ്യേണ്ട, കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന ടേമിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് എന്തിനാ പഠിപ്പിക്കുന്നത്? ഓഡിറ്ററുടെ പെർസ്പെക്ടീവിലാണ് നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്ന് പഠിക്കുന്നത്. അത് ബേസിക് കിട്ടിയാൽ തുടർന്നുള്ള നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് ടെക്സ്റ്റ് ഇല്ലാത്ത ഭാഗമാണ്. ഓക്കെ, സോ എവിടുന്നാ തുടങ്ങിയത്? വാട്ട് ഈസ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ബിഗിൻസ് വിത്ത് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അല്ലെ? ends with reporting these financial information to the users in the form of financial statements. Then the preparation and presentation of financial statements are responsibility of management, very important. Then these are prepared in accordance with financial reporting framework and accounting standard. ഇതിനെ general purpose financial statement എന്ന് വിളിക്കാം. And general purpose financial statement means financial statements that are prepared and present in accordance with financial reporting framework. Why it is called as general purpose financial statement? Because if it is prepared in accordance with FRFW, it will be reliable, comparable, understandable financial statement for the common users. എന്തൊക്കെ പെടും, എന്തൊക്കെ പെടില്ല? ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിംഗ് പോളിസീസ്, എക്സ്പ്ലനേറ്ററി നോട്ട്സ്, ഇതൊക്കെ GPFS പെടും. പെടാത്തത് ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ആൻഡ് ചെയർമാൻ സ്റ്റേറ്റ്മെന്റ്. സോ ഇതാണ് അക്കൗണ്ടിങ്. നമുക്ക് ഓഡിറ്റിംഗ്, അല്ലെ, സബ്ജക്ട് മാറ്ററിലേക്ക് പോവാം. എന്താ ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനി കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആവും ഓഡിറ്റിംഗ് എന്ന് ഞാൻ പറയും കേട്ടോ. അക്കൗണ്ടിങ് എന്താന്ന് അറിഞ്ഞ് ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ഓഡിറ്റിംഗ്? വാട്ട് ഈസ് ഓഡിറ്റിംഗ്? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഓഡിറ്റിംഗ് എന്താന്ന് പറയുന്നതിന് മുമ്പ് അതിനൊരു പിക്ടോറിയൽ, ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഞാൻ പറഞ്ഞുതരാം. കമ്പനി, ഓർഗനൈസേഷൻ ആണ് എന്ത് പ്രിപ്പയർ ചെയ്യുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക, അല്ലെ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആരാ പ്രിപ്പയർ ചെയ്യുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർഡ് ബൈ ആരാ? ദ ഓർഗനൈസേഷൻ, ദ മാനേജ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണോ? എന്നിട്ട് അത് ആരൊക്കെ റിപ്പോർട്ട് ചെയ്യും? നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ചെയ്യും, കോമൺ യൂസേഴ്സിന് ഫിനാൻസ് റിപ്പോർട്ട് ചെയ്യും, അല്ലെ? ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ രൂപത്തിൽ കോമൺ യൂസേഴ്സിന് കൊടുക്കും, അല്ലെ? കോമൺ യൂസേഴ്സിന് ആ തന്നിരിക്കുന്ന റിപ്പോർട്ടില് എൻഹാൻസിങ് ദ കോൺഫിഡൻസ് ഓഫ് കോമൺ യൂസേഴ്സ്, ഞാൻ പറയുന്ന വാചകം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എൻഹാൻസിങ് ദ കോൺഫിഡൻസ് ഓഫ് കോമൺ യൂസേഴ്സ്. ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് GPFS ആക്കിയിട്ട് അതിനെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയും, കോമൺ യൂസേഴ്സിന് കൊടുത്തു. കോമൺ യൂസേഴ്സിന് റിലയബിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ അവർ ആ തരുന്ന കാര്യങ്ങളെല്ലാം റിലയബിൾ ആണെന്ന് ഉറപ്പുവരുത്തണം, അണ്ടർസ്റ്റാൻഡബിളും അതുപോലെ എന്താ കമ്പാരബിൾ ആണ് ഉറപ്പുവരുത്തണം, തന്നിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അറിയണം. അപ്പൊ അവരുടെ ആ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാനായിട്ട് അതിന്റെ ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഒരാളുണ്ടാവും. അയാളെ പറയുന്ന പേരാണെന്ത്? ഓഡിറ്റർ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് എന്ത്? ഓഡിറ്റ് വരുന്നത് കേട്ടോ. മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് ഓഡിറ്റർ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എടുത്ത് അത് വെരിഫൈ ചെയ്ത് കോമൺ യൂസേഴ്സിന്റെ പർപ്പസിന് അവരുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ന ഓഡിറ്റർ, ഞാനാണ് ഓഡിറ്റർ എങ്കിൽ ഞാൻ എന്ന ഓഡിറ്റർ എക്സാമിൻ ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ആരാണോ എനിക്ക് ഓഡിറ്റിംഗ് ചെയ്യാൻ തന്നിട്ടുള്ളത് ആ അതോറിറ്റിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ഇഫക്റ്റ് എന്നുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്തു, അത് എനിക്ക് തന്നു, അല്ലെ? അത് എനിക്ക് ആയെന്നും അത് ആർക്കുള്ളത്? കോമൺ യൂസേഴ്സിന് കൊടുക്കേണ്ടതാണ്. കോമൺ യൂസേഴ്സിന് അത് കറക്റ്റ് ആണോ അല്ലേ എന്നറിയാം, റിലയബിൾ ആണോ, കമ്പയറബിൾ ആണോ, അണ്ടർസ്റ്റാൻഡബിൾ ആണോ അല്ലേ എന്നറിയാം. അതിൽ കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻ എല്ലാം ശരിയായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണോ, ട്രാൻസ്പെറന്റ് ആണോ എന്നറിയണം. അവരുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാൻ
ഇതിന്റെ ഇടയിലുള്ള ഒരു വ്യക്തിയാണ് ഓഡിറ്റർ എന്നുള്ളത്. അപ്പൊ ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്തു, അത് വെരിഫൈ ചെയ്തു, അതിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്തു, അതിന്റെ അതോറിറ്റിക്ക് കൊടുത്തു. അങ്ങനെ പബ്ലിക്കിന്റെ കോൺഫിഡൻസ്, കോമൺ യൂസേഴ്സിന്റെ കോൺഫിഡൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എൻഹാൻസ് ചെയ്യാം. സോ ഓഡിറ്റർ റോള് ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലാണ് വരുന്നത്. സോ വാട്ട് ഈസ് ഓഡിറ്റിംഗ്? അപ്പൊ ഓഡിറ്റിംഗിന്റെ ഡെഫിനേഷനിലേക്ക് ഒന്നും ഞാൻ പോണില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസസ് യൂസ് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ഇൻഫ്ലുവൻസ്, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാതെ, മറ്റുള്ളവരുടെ ഡയറക്ഷൻസ് ഇല്ലാതെ, എന്റേതായിട്ടുള്ള സ്കില്ലും ടാലന്റും കോമ്പിറ്റൻസും ജഡ്ജ്മെന്റും യൂസ് ചെയ്തിട്ട് എന്ന് പറയുന്ന ടേമാണ് ഇൻഡിപെൻഡന്റ്. എപ്പോഴും ഒരു ഓഡിറ്റർ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് പറയും. എന്താ ഇൻഡിപെൻഡന്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും കേട്ടോ. എന്താ ഇൻഡിപെൻഡന്റ് എന്ന് പഠിക്കും. ഓഡിറ്റർ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് പറയും. അയാളുടെ എക്സാമിനേഷൻ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് പറയും. തൽക്കാലത്തിന് ഇങ്ങനെ മനസ്സിലാക്കുക, ഇൻഡിപെൻഡന്റ് വിത്തൗട്ട് ഇൻഫ്ലുവൻസ്. ഓക്കെ, വിത്തൗട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്, വിത്തൗട്ട് ദ വിഷസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് അതേഴ്സ്. ക്ലിയർ? മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരോ താല്പര്യ പ്രകാരോ അല്ലാതെ ഞാൻ എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. സോ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. എന്താണ് ഞാൻ ഇൻഡിപെൻഡന്റ് എക്സാമിൻ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ ഇൻഡിപെൻഡന്റ് എക്സാമിൻ ചെയ്യുന്നു. എവിടെയുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷനാ? കണ്ടെയ്ൻഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ ഇൻഡിപെൻഡന്റ്ലി എക്സാമിൻ ചെയ്യുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓഡിറ്റിംഗ്. അപ്പൊ നേരത്തെ അക്കൗണ്ടിംഗ് കണക്റ്റഡ് ആയിട്ട് വന്നു അല്ലെ. ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ രൂപത്തിൽ കോമൺ യൂസേഴ്സിന് കൊടുക്കണം അല്ലെ. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ ഇൻഡിപെൻഡന്റ്ലി എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് auditing. So auditing means in the independent examination or in the financial information evidallada contained in the financial statements. Financial statements അടങ്ങിയിട്ടുള്ള financial information independently examine ചെയ്യാ. Yes, കഴിഞ്ഞിട്ടില്ല. It includes ആ എക്സാമിനേഷനിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ എക്സാമിനേഷനിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? വെരിഫിക്കേഷൻ. വെരിഫൈ ചെയ്യും. എന്താ വെരിഫൈ ചെയ്യാ? Books of accounts, records, documents, vouchers, etc. Books of accounts verify ചെയ്യും, documents verify ചെയ്യും, records verify ചെയ്യും, vouchers verify ചെയ്യും. ആ എക്സാമിനേഷനില് വെരിഫിക്കേഷനും കൂടി ഇൻക്ലൂഡഡ് ആണ്. എക്സാമിനേഷനില് വെരിഫിക്കേഷനും കൂടി ഇൻക്ലൂഡ് ആണ്. സോ ദാറ്റ് എക്സാമിനേഷൻ ഇൻക്ലൂഡ്സ് വെരിഫിക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, റെക്കോർഡ്സ്, ഡോക്യുമെന്റ്സ്, വൗച്ചേഴ്സ് എക്സെട്ര. ഇതൊക്കെ എന്തിനാ ചെയ്യണത്? The purpose is to express an opinion on the financial statements. Financial statements നമ്മൾ വെരിഫൈ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യണം. എന്തൊക്കെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യണം നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ. സോ ദ പർപ്പസ് ഈസ് ടു, എന്താ പർപ്പസ്? ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെരിഫൈ ചെയ്ത് അതിന്റെ മേലെ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. സോ വാട്ട് ഈസ് ഓഡിറ്റിംഗ് ഇൻ എ സിമ്പിൾ ലാംഗ്വേജ്? ഇറ്റ് ഈസ് ദ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് എന്താ? ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. എവിടെ ഉള്ളതാ? കണ്ടെയ്ൻഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ. ഞാൻ പറഞ്ഞു മാനേജ്മെന്റ് കോമൺ യൂസറും അതിന്റെ ഇടയിലുള്ള കോമൺ യൂസറുടെ പബ്ലിക് കോൺഫിഡൻസ് അല്ലെ. ആ കോമൺ യൂസറുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യണം? എൻഹാൻസ് ചെയ്യണം. ഹിസ് കോൺഫിഡൻസ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഹാസ് ടു ബി എൻഹാൻസ്ഡ്. അതാണ് എന്റെ ഉത്തരവാദിത്തം. അപ്പൊ ഞാൻ വളരെ വ്യക്തമായിട്ട് വെരിഫൈ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. And my examination includes verification of books of accounts, records, documents, vouchers, etc. And the purpose of auditing or purpose of this independent examination is to express an opinion on the financial statements. ഇതാണ് auditing എന്ന് പറയുന്നത്. Moving to what is investigation, very important. പല സ്ഥലത്ത് നമ്മൾ ഓഡിറ്റിംഗിൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യും. പക്ഷെ അങ്ങനത്തെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ഫർദർ എൻക്വയറിന്നോ അങ്ങനെ എന്തെങ്കിലും അർത്ഥത്തിൽ എടുത്താൽ മതി. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റിംഗും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഓഡിറ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എന്ത് വരുന്നില്ല? ഇൻവെസ്റ്റിഗേഷൻ വരുന്നില്ല. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ഇൻഷുറൻസ് ക്ലെയിം. ഇൻഷുറൻസ് ക്ലെയിം. ഓക്കെ, ഇൻഷുറൻസ് ക്ലെയിം എടുക്കുക. ഇൻഷുറൻസ് ക്ലെയിം ഞാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചെക്ക് ചെയ്തപ്പോ സമയത്ത് ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം സ്റ്റോക്ക് ഒന്ന് കുറച്ച് കാണാനുണ്ട്. ഒരു ഇൻഷുറൻസ് ക്ലെയിം ഇൻകായിട്ടും കാണാനുണ്ട്. ഇനി സ്റ്റോക്ക് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ലോസും കാണാനുണ്ട്. അപ്പൊ ലോസ് ഓഫ് സ്റ്റോക്ക് ഒന്ന് കുറച്ച് കാണാനുണ്ട്, ബാക്കിയുള്ള സ്റ്റോക്ക്. ഓക്കെ, അപ്പൊ അങ്ങ് സെപ്പറേറ്റ്ലി കാണിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് P&L അസറ്റ് സൈഡ് എക്സ്പെൻസ് സൈഡിൽ വന്നിട്ടുണ്ട്. ഈ അപ്പുറത്ത് തന്നെ ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇൻകോ ആയിട്ടും
ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനാണ് ഓഡിറ്റർ എങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം എടുത്തു, ഇത്ര രൂപ വന്നു. ഫോർ എക്സാമ്പിൾ 1 lakh ആണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? 1 lakh തന്നെയാണോ വന്നിട്ടുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കുക, 1 lakh വന്നിട്ടുണ്ടോ നോക്കുക. ഇനി ഇത് സാങ്ഷൻ ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് അതോറിറ്റിയുടെ ലെറ്റർ ഉണ്ടാവാം, ആ ലെറ്റർ വെരിഫൈ ചെയ്യാം. ഇതൊക്കെയാണ് എനിക്ക് വെരിഫൈ ചെയ്യാനുള്ളത് അല്ലെ. അല്ലാണ്ട് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി അങ്ങനെ ഒരു സ്റ്റോക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നഷ്ടപ്പെടുത്തിയതാണോ അതോ നഷ്ടപ്പെട്ടു പോയതാണോ, ഇത്ര എമൗണ്ട് തന്നെയാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഇത് ഇൻഷുറൻസുകാർ ഇത് കണക്കാക്കിയത് ശരിയാണോ, അതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ, ഇതിനെപ്പറ്റി ഞാൻ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ഇൻവെസ്റ്റിഗേഷൻ, അതെന്റെ ജോലി. എന്റെ ജോലി എന്താ? ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കാണിച്ചിട്ടുള്ള ഫിഗർ ആ 1 lakh 1 lakh തന്നെയാണോ കിട്ടിയിട്ടുള്ളത്, അത് കിട്ടാനുള്ള തന്നെയാണോ, അത് അത്ര തന്നെയാണോ വന്നിട്ടുള്ളത്, അത് സാങ്ഷൻ ചെയ്ത എമൗണ്ട്, ഇനി ബാക്കി എന്തെങ്കിലും കിട്ടാനുണ്ടോ, അത് ഇവരെ തന്നെയാണോ അക്കൗണ്ട് ചെയ്യേണ്ടത്, അത്രയും കാര്യങ്ങൾ മാത്രമേ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ. അപ്പൊ എനിക്ക് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകേണ്ട ആവശ്യം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാര്യത്തെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ എൻക്വയറി കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് എൻക്വയറി കണ്ടക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സാമിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എന്ത് പറയാം? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം. സോ ഇൻവെസ്റ്റിഗേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക്, critical and special examination. Systematic, there are certain steps to be followed. Critical എന്ന് പറഞ്ഞാൽ important എന്നർത്ഥം. Critical എന്ന് പറഞ്ഞാൽ important, in depth എന്ന് പറയാം. Critical എന്ന് പറഞ്ഞാൽ critically examine ചെയ്യുന്ന പറഞ്ഞാൽ in depth examine ചെയ്യുക എന്നർത്ഥം കേട്ടോ. In depth examine ചെയ്യുക, materially examine ചെയ്യല്, in depth examine ചെയ്യുക. So systematic ആയിട്ട് critical, in-depth verification and special examination. ഇതൊരു സ്പെഷ്യൽ ടാസ്ക് ആയിരിക്കും. It does not have any relationship with auditing. It is not concerned with auditing. It is a special examination of a specific event or fact. ഒരു സ്പെസിഫിക് ഇവന്റോ സ്പെസിഫിക് ഫാക്ടോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻഡെപ്തില് സ്പെസിഫിക്കലി ഞാൻ വെരിഫൈ ചെയ്യണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഇൻവെസ്റ്റിഗേഷൻ. ഫോർ എക്സാമ്പിൾ, ഓർഗനൈസേഷനിൽ ഫ്രോഡ് നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓഡിറ്ററും ഫ്രോഡിന്റെ കാര്യങ്ങളൊക്കെ, ഫ്രോഡ് നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റർ എന്ത് ചെയ്യണം? നോക്കേണ്ടി വരും. പക്ഷെ എന്നോട് സെപ്പറേറ്റ്ലി, ഞാനാണ് ഓഡിറ്റർ, ഞാൻ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, എന്നോട് സെപ്പറേറ്റ്ലി പറഞ്ഞു ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ട്, ആ ഫ്രോഡ് സെപ്പറേറ്റ്ലി ആരാണ് നടത്തിയിട്ടുള്ളത്, എത്ര എമൗണ്ട് ഫ്രോഡ് വന്നിട്ടുണ്ട്, അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി തരാൻ മാനേജ്മെന്റ് എന്റെ അടുത്ത് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ വിളിക്കാം. കാരണം അത് ഓഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യം. ഇറ്റ്സ് എ സ്പെസിഫിക് ടാസ്ക്. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? സോ ഇൻവെസ്റ്റിഗേഷൻ ഇസ് എ സിസ്റ്റമാറ്റിക്, critical or special examination of a specific event or fact. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫ്രോഡ്. ഓക്കെ, മറ്റൊരു പ്രത്യേകത, ഇൻവെസ്റ്റിഗേഷൻ മേ ഗോ ബിയോണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓഡിറ്റിംഗിൽ ഒരു പരിധി വരെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, റിലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മൾ അതും വിട്ടും ചിലപ്പോൾ പോയിന്നും വരാം, അത്രയും എന്താ സ്പെസിഫിക് സർക്കംസ്റ്റൻസസിൽ മാത്രം. ബട്ട് ഇൻവെസ്റ്റിഗേഷൻ മേ ഗോ ബിയോണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സും കടന്ന് ചെല്ലാം, എനിക്ക് അത് കടന്നിട്ടും എക്സാമിൻ ചെയ്യേണ്ടി വരാം. സോ ഇൻവെസ്റ്റിഗേഷൻ ഈസ് സിസ്റ്റമാറ്റിക്, ക്രിട്ടിക്കൽ, സ്പെഷ്യൽ. സിസ്റ്റമാറ്റിക്, critical, systematic, step by step, critical, in-depth and special examination of a specific event or fact. Okay, investigation of fraud, it may go beyond books of accounts. So 3 terms നമ്മൾ പഠിച്ചു. എന്താ അക്കൗണ്ടിങ്, എന്താ ഓഡിറ്റിംഗ്, എന്താ ഇൻവെസ്റ്റിഗേഷൻ. അക്കൗണ്ടിങ് മാനേജ്മെന്റ് ചെയ്യേണ്ടതാണ്, അത് ചെയ്തിട്ട് എനിക്ക് തരുന്നു, ഞാൻ ഓഡിറ്റർ ആണെങ്കിൽ ഞാൻ അത് ഓഡിറ്റ് ചെയ്യും. ഇൻവെസ്റ്റിഗേഷൻ ഇസ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ, അത് ഓഡിറ്റിംഗ് ആയിട്ട് യാതൊരു ബന്ധമില്ല. സോ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പെടില്ല അല്ലെ, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ആവാനും പാടില്ല. ഇത് രണ്ടും അല്ലാത്ത കൺസെപ്റ്റ് ആണ് ഓഡിറ്റിംഗ്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഞാൻ ഈ ഭാഗം, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സിലബസ്, ഞാൻ എടുക്കാൻ കാരണം ഓഡിറ്റിംഗ്, അക്കൗണ്ടിംഗ്, ഇൻവെസ്റ്റിഗേഷൻ അല്ലെ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വേണം നിർത്താനായിട്ട്. ഇതിന്റെ ഡിഫറൻസസും കൂടി നമുക്ക് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് എന്താ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലോ കേട്ടോ. ഞാൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി വെച്ചു എന്ന് മാത്രം. ഓക്കെ, സോ മീനിങ്, വാട്ട് ഈസ് ദ മീനിങ്? ഞാൻ ഫുള്ള് ഇവിടെ എഴുതിയിട്ടില്ല, ജസ്റ്റ് എഴുതിയിട്ടേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച അതേ ഡെഫിനേഷൻ. ബിഗിൻസ് വിത്ത് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് അല്ലെ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ആൻഡ് എൻഡ്സ് വിത്ത് റിപ്പോർട്ടിംഗ് ഓഫ് ദീസ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ദി യൂസേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എന്താ ഓഡിറ്റിംഗ്? ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതിന്റെ മീനിങ് പാർട്ട് നമ്മൾ കണ്ടിരുന്നു. ദെൻ പർപ്പസ്, എന്താ അക്കൗണ്ടിംഗിന്റെ പർപ്പസ്? ടു ഡിറ്റർമിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ അല്ലെ. ഫിനാൻഷ്യൽ പൊസിഷനും പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ അറിയാനാണ് അക്കൗണ്ടിംഗിലേക്ക് പോവുക. ഓഡിറ്റിംഗ് ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓൾറെഡി നമ്മൾ കണ്ടാലേ
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ മുകളിൽ ഒരു ഒപ്പീനിയൻ എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക. ഡൺ ബൈ, നമുക്കറിയാം അക്കൗണ്ടിങ് മാനേജ്മെന്റ് ആണ്. ഓഡിറ്റിംഗ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ അപ്പോയിന്റഡ് ബൈ ദ മാനേജ്മെന്റ്. ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ അപ്പോയിന്റഡ് ബൈ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ ആണ് എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റ് ചെയ്യേണ്ടത്. ടൈം പീരീഡ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പല ഭാഗത്തായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അക്കൗണ്ടിങ് ബിഫോർ ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റ് ചെയ്യണതിന് മുമ്പ് എന്ത് ചെയ്യണം, അക്കൗണ്ട് ചെയ്തിരിക്കണം. കാരണം അതിലുള്ള കാര്യം നമ്മളെ ഓഡിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്തിരിക്കണം. ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദി ഓർഗനൈസേഷൻ. ജനറലി ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ, 31 മാർച്ച് ആയിട്ടാണ് വരിക. അപ്പൊ ഓഡിറ്റിംഗ് അതിന് ശേഷമാണ് ഞാൻ ഓഡിറ്റിംഗ് എന്ന പ്രോസസ്സിലേക്ക് പോവാ ശരിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ടേം ഞാൻ മാറ്റി പറഞ്ഞു വരാം. നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ചിലപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു വരാം. പക്ഷെ ജനറലി മനസ്സിലാക്കുക, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അക്കൗണ്ടിംഗ് ബിഗിൻസ് ബിഫോർ ഓഡിറ്റിംഗ് ഓർ കംപ്ലീറ്റ്സ് ബിഫോർ ഓഡിറ്റിംഗ്. ഇവിടെ ഈ ടേം നോക്കിക്കോളോ, ഓഡിറ്റിംഗ് ബിഗിൻസ് വേർ അക്കൗണ്ടിംഗ് എൻഡ്സ്. എവിടെയാണോ അക്കൗണ്ടിംഗ് അവസാനിക്കുന്നത്, എവിടെയാണോ അക്കൗണ്ടിംഗ് അവസാനിക്കുന്നത്, അവിടെ ഓഡിറ്റിംഗ് തുടങ്ങും. സോ ഓഡിറ്റിംഗ് ബിഗിൻസ് വേർ അക്കൗണ്ടിംഗ് എൻഡ്സ്. ആ ഒരു പോയിന്റ് മാത്രം, ടൈം പീരീഡ് മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. ടൈം പീരീഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ബിഫോർ ഓഡിറ്റിംഗ് അല്ലെ. ബാലൻസ് ഷീറ്റ് ഡേറ്റ് 31 മാർച്ച്. അപ്പൊ അപ്പോഴേക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർഡ് ആയിരിക്കണം. പിന്നെ അല്ലറ ചില അഡ്ജസ്റ്റ്മെന്റ്സ് അതിലുണ്ടാവാം, പ്രൊവിഷൻസ് മറ്റ് ആസ്പെക്ടുകളൊക്കെ. ഓഡിറ്റിംഗ് ബിഗിൻസ് വേർ അക്കൗണ്ടിംഗ് എൻഡ്സ്. ഓർത്ത് വെക്കാട്ടോ, ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക അക്കൗണ്ടിംഗ് എന്താ തുടങ്ങുന്ന സമയത്താണ്. സോറി, അക്കൗണ്ടിംഗ് അവസാനിക്കുമ്പോഴാണ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ ടേം തന്നെ ഓർത്ത് വെച്ചോളോ, ഓഡിറ്റിംഗ് ബിഗിൻസ് വേർ അക്കൗണ്ടിംഗ് എൻഡ്സ്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ മീനിങ് നമ്മൾക്ക് അറിയാം. എൻഡ്സ് വിത്ത്, ബിഗിൻസ് വിത്ത്, എൻഡ്സ് വിത്ത്. മറ്റേ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കണ്ടെയ്ൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. പർപ്പസ് ഒന്ന് പ്രോഫിറ്റബിലിറ്റി, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ, ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ ഒപ്പീനിയൻ. ഡൺ ബൈ ഒന്ന് മാനേജ്മെന്റ്, മറ്റേ ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ അപ്പോയിന്റഡ് ബൈ ദ മാനേജ്മെന്റ്. ടൈം പീരീഡ് accounting before auditing ആണ്. auditing begins where accounting ends. Then what is the difference between auditing and investigation? Okay, ഇതിൽ ചില ടേംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. Auditing purpose എന്താ, to express an independent opinion on financial statements. അതാണ് പർപ്പസ് പറയണത് അല്ലെ. ഇൻവെസ്റ്റിഗേഷൻ എന്താ, to examine a specific fact അല്ലെ. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫ്രോഡ്, ഒരു സ്പെസിഫിക് ഫാക്ട് എക്സാമിൻ ചെയ്യലാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത് അല്ലെ. ഗവേൺഡ് ബൈ ഏതെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവേൺ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഓഡിറ്റിംഗ് ആണെങ്കിൽ ഇപ്പൊ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 44AB, നിങ്ങൾക്ക് ഇൻകം ടാക്സ് ആക്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സെക്ഷൻ 44AB അപ്ലിക്കബിൾ ആണെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഓഡിറ്റ് ചെയ്തിരിക്കണം. കമ്പനീസ് ആണെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഓഡിറ്റ് ചെയ്തിരിക്കണം. GST ആക്ട്, ESI, PF പല ആക്ടുകളും other rules and regulations, notifications ഇതൊക്കെ ഗവേൺ ചെയ്യും ഓഡിറ്റ്. അപ്പൊ ഓഡിറ്റിംഗ് ഇസ് ഗവേൺഡ് ബൈ വേരിയസ് ആക്ട്സ്, വേരിയസ് റൂൾസ്, വേരിയസ് റെഗുലേഷൻസ് എക്സെട്ര. ഓരോന്നോരോന്നായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സോ IT ആക്ട്, കമ്പനീസ് ആക്ട്, then GST ആക്ട്, ESI, PF, other rules, regulations, notifications ഇതൊക്കെ ചേർന്ന് അതൊക്കെ ഗവേൺ ചെയ്ത് ഇതൊക്കെ നമ്മൾ ഗവേൺഡ് ആയിരിക്കും ഓഡിറ്റിംഗിൽ വരുമ്പോ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ മേ ഓർ മേ നോട്ട് ഗവേൺഡ് ബൈ ആക്ട്. ഇപ്പൊ ഞാൻ മാനേജ്മെന്റിന്റെ അടുത്ത് പറയാൻ, നിങ്ങൾ ഒരു ഫ്രോഡ് വന്നു, നിങ്ങൾ ഒന്ന് കണ്ടെത്തി തരും. ഒരു ക്യാഷ് ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ റീസൺസ് ഒന്ന് കണ്ടെത്തി തരും. ഓക്കെ, അപ്പൊ അത് ചിലപ്പോൾ ആക്ട് ഗവേൺ ചെയ്യണമെന്നില്ല. ചിലത് ആക്ട് ഗവേൺ ചെയ്തായിരിക്കാം, ചിലത് ആക്ട് ഗവേൺ ചെയ്യണമെന്നില്ല. സോ ഗവേൺഡ് ബൈ ഓഡിറ്റിംഗ് ഡെഫിനറ്റ്ലി ഗവേൺഡ് ബൈ വേരിയസ് ആക്ട്സ് ആൻഡ് റൂൾസ് റെഗുലേഷൻസ്. ബട്ട് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദ കേസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മേ ഓർ മേ നോട്ട് ഗവേൺഡ് ബൈ ആക്ട്. ടൈം പീരീഡ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിജിഡ് ടൈം ഫ്രെയിംവർക്ക്, റിജിഡ് ടൈം ഫ്രെയിംവർക്ക്. ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ there is a rigid time framework. നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ് ഞാൻ ഓഡിറ്റ് ചെയ്തതെങ്കിൽ 31st October ഓർ 30th November ഓർ July 31st ഇതൊക്കെയാണ് സാധാരണ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് അല്ലെ. അപ്പോഴേക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഓഡിറ്റ് ചെയ്ത് കഴിയണം, ആണോ അല്ലെ, പ്രിപ്പയർ ചെയ്ത് കഴിയണം, ഓഡിറ്റ് ചെയ്ത് കഴിയണം. സോ ഓഡിറ്റിംഗിന് അപ്പൊ അങ്ങനെ റിജിഡ് ടൈം ഫ്രെയിംവർക്ക്, ഫ്ലെക്സിബിൾ അല്ല, കൃത്യമായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, കഴിച്ചിരിക്കണം, റിജിഡ് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിം വർക്ക് ഉണ്ട്. ഇൻവെസ്റ്റിഗേഷനിൽ വരുമ്പോ നോ സച്ച് റിജിഡ് ടൈം ഫ്രെയിം. ടൈം ഫ്രെയിം ഇല്ല എന്നല്ല പറയുന്നത്, അതിന് റിജിഡ് ആയിട്ടുള്ള. എനിക്ക് ഫർദർ ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഫർദർ ചെക്ക് ചെയ്യാം. പക്ഷെ മറ്റേത് 31st October ഫയൽ ചെയ്യണം, അതിന്റെ ഉള്ളിൽ എല്ലാം ചെയ്തിട്ട് ഞാൻ ഫയൽ ചെയ്യണം അല്ലെ. പക്ഷെ ഇൻവെസ്റ്റിഗേഷനിൽ വരികയാണെങ്കിൽ എനിക്ക് ആ ടൈം പീരീഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിക്കാം. ടൈം പീരീഡ് ഉണ്ട്, പക്ഷെ അത് ഒരിക്കലും റിജിഡ് ആയിരിക്കില്ല. നമുക്ക് അഡീഷണൽ കണ്ടെത്താൻ അന്വേഷിക്കണമെങ്കിൽ അഡീഷണൽ ടൈം പീരീഡ് നമുക്ക് ചോദിക്കാം അല്ലെ. സോ ടൈം പീരീഡ് ഇൻ ദ കേസ് ഓഫ് ഓഡിറ്റിംഗ് there is a rigid time framework. In the case of investigation no such rigid time framework. And വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, നേച്ചർ ഓഫ് ഓഡിറ്റ് എവിഡൻസ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടേം ആട്ടോ. ഇൻ ദ കേസ് ഓഫ് ഓഡിറ്റിംഗ്
sufficient appropriate ഓഡിറ്റ് എവിഡൻസ്. ഇതൊരു ചാപ്റ്റർ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കും. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ നമ്മൾ എഴുതാം SA 500. സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. എനിക്ക് ഓഡിറ്റ് എവിഡൻസ് ഓഡിറ്റിംഗിന്റെ കേസിൽ സഫീഷ്യന്റ് ആയിരിക്കണം, അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അപ്പൊ ഇതെന്താന്ന് പഠിക്കണേന് മുമ്പ് തൊട്ടപ്പുറത്തെ എവിഡൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇൻവെസ്റ്റിഗേഷൻ ആണ് കൺക്ലൂസീവ് എവിഡൻസ് ആയിരിക്കണം. അതെന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് മനസ്സിലാക്കാൻ എളുപ്പം. കൺക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എവിഡൻസിനെ ബേസ് ചെയ്ത് ആര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലും ഒരേ ഒപ്പീനിയൻ ആണ് എക്സ്പ്രസ് ചെയ്യപ്പെടുക. ഒരേ ഒപ്പീനിയൻ ആണ് എക്സ്പ്രസ് ചെയ്യപ്പെടുക. അതിനെ പറയുന്ന പേരാണ് കൺക്ലൂസീവ് എവിഡൻസ്. കൺക്ലൂസീവ് എവിഡൻസ്. കൺക്ലൂസീവ് എവിഡൻസ് പറഞ്ഞാൽ അബ്സല്യൂട്ട് എവിഡൻസ്. അതിന് മേലെ വേറെ എവിഡൻസ് നമുക്ക് ആവശ്യമില്ല. ഒരൊറ്റ എവിഡൻസ്, അങ്ങനത്തെ എവിഡൻസിനെ ബേസ് ചെയ്ത് മാത്രം ഒപ്പീനിയൻ പറയാം. ആ എവിഡൻസിനെ ബേസ് ചെയ്ത് ആര് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്താലും സെയിം ഒപ്പീനിയൻ ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് കൺക്ലൂസീവ് എവിഡൻസ്. ഓക്കെ, അബ്സല്യൂട്ട് എവിഡൻസ്. സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺക്ലൂസീവ് ആണെന്ന് പറയാൻ പറ്റിയ ചില എവിഡൻസസ് ഒക്കെ കൺക്ലൂസീവ് ആവാം. പക്ഷെ ഓഡിറ്റർക്ക് ഒരിക്കലും കൺക്ലൂസീവ് എവിഡൻസ് ആവശ്യമില്ല. സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസേ ആവശ്യമുള്ളൂ. അത് എന്തുകൊണ്ടാണ് അത് മാത്രം മതി എന്ന് പറയാനൊക്കെ പിന്നീട് പഠിക്കാം റീസൺസ് ഒക്കെ. സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫീഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എവിഡൻസസ്, അപ്രോപ്രിയേറ്റ്നെസ് പറഞ്ഞാൽ റിലവന്റ് എവിഡൻസസ്. അത് സ്യൂട്ടബിൾ ആയിരിക്കണം. അപ്പൊ സഫീഷ്യന്റ് നമ്പർ, അപ്രോപ്രിയേറ്റ്, സ്യൂട്ടബിലിറ്റി, റിലവന്റ് എന്ന് പറയാം. ചിലപ്പോൾ ഒരു എവിഡൻസ് തന്നെ എന്തായിരിക്കാം, എനിക്ക് റിലവന്റ് ആയിരിക്കാം, സ്യൂട്ടബിൾ ആയിരിക്കാം. ചിലപ്പോൾ 100 എവിഡൻസ് എന്തെങ്കിലും സ്യൂട്ടബിൾ ആവണമെന്നില്ല. സോ സഫീഷ്യൻസി ഉണ്ടായിരിക്കണം, അപ്രോപ്രിയേറ്റ്നെസ് ഉണ്ടായിരിക്കണം. പക്ഷെ അത് കൺക്ലൂസീവ് ആവണമെന്നില്ല. ഇതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, എനിക്ക് തൃപ്തി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് എനിക്ക് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാം. എനിക്ക് തൃപ്തിയായത് വേറെ ആൾക്ക് തൃപ്തി ആവണമെന്നില്ല. അപ്പൊ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസിനെ ബേസ് ചെയ്ത് ഓരോരുത്തരും പല രീതിയിലുള്ള ഒപ്പീനിയൻ ആണ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. കൺക്ലൂസീവ് എവിഡൻസ് ആണ് ഞാൻ പറഞ്ഞല്ല, അതിനെ ബേസ് ചെയ്ത് എല്ലാവർക്കും ഒരേ ഒപ്പീനിയൻ ഉണ്ടാവുള്ളൂ. സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ്നെസ് വ്യത്യാസമുണ്ട്. ഒരാൾക്ക് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ആയത് വേറെ ആൾക്ക് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ആവണമെന്നില്ല. അത് ഓഡിറ്ററുടെ പെർസ്പെക്റ്റീവിലാണ്. ഒരു ഓഡിറ്റർക്ക് സഫീഷ്യന്റും അപ്രോപ്രിയേറ്റും നമ്പർ ഓഫ് എവിഡൻസസും സ്യൂട്ടബിലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹി ക്യാൻ എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ. അതെന്താ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. സോ നേച്ചർ ഓഫ് ഓഡിറ്റ് എവിഡൻസ്, സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആണ് ഓഡിറ്റിംഗിന് ആവശ്യമില്ല. ടേം മറക്കരുത്, സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. മറ്റേതാണ് ഈ കൺക്ലൂസീവ് എവിഡൻസ്. എന്താ കൺക്ലൂസീവ് എവിഡൻസ് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട രീതി, എവിഡൻസിനെ ബേസ് ചെയ്ത് ആര് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്താലും സെയിം ഒപ്പീനിയൻ ആയിരിക്കും. സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഡിഫർ ഫ്രം ഓഡിറ്റർ ടു ഓഡിറ്റർ. ഓക്കെ, സഫീഷ്യൻസി നമ്പറിൽ ക്വാണ്ടിറ്റി ആണ്, അപ്രോപ്രിയേറ്റ്നെസ് ക്വാളിറ്റി ഓഫ് എവിഡൻസിനെ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നേച്ചർ ഓഫ് എവിഡൻസ് ഓഡിറ്റിംഗിന് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്, ഇൻവെസ്റ്റിഗേഷൻ ആണ് കൺക്ലൂസീവ് എവിഡൻസ് ആയിരിക്കും. ദെൻ റിപ്പോർട്ടിംഗിന്റെ കേസ് പറയാം. റിപ്പോർട്ടിംഗിന്റെ കേസ് ആർക്കാ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഓഡിറ്റിംഗ് ആണ് ടു ദ ഓണേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. പ്രൊപ്പറേറ്റർ ആണ് പ്രൊപ്പറേറ്റർക്ക്, പാർട്ട്നേഴ്സ് ആണ് പാർട്ട്ണർഷിപ്പ് ആണ് പാർട്ട്നേഴ്സിന്, കമ്പനിയാണ് മെമ്പേഴ്സിന്, ട്രസ്റ്റിനാണ് ട്രസ്റ്റീസിന്. സോ ഓണേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ് ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അവരാണ് ഈ പറയുന്ന കോമൺ യൂസേഴ്സിൽ പെടുന്ന ആൾക്കാർ. ഓക്കെ, മറ്റേതാണെങ്കിലോ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലോ ടു ദ പേഴ്സൺ ഓൺ ഹൂസ് ബിഹാഫ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് കണ്ടക്ട്. ആർക്ക് വേണ്ടിയിട്ടാണോ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അവർക്കാണ് ഞാൻ റിപ്പോർട്ട് കൊടുക്കുക. സെൻട്രൽ ഗവൺമെന്റ് ആവാം, ചിലപ്പോൾ മാനേജ്മെന്റ് ആവാം, ചിലപ്പോൾ ഓണർ ആവാം, ചിലപ്പോൾ ക്രെഡിറ്റർ ആവാം. അപ്പൊ ആരൊക്കെ വേണ്ടിയിട്ടാണോ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അവർക്കാണ് ഞാൻ റിപ്പോർട്ട് കൊടുക്കണം. സോ ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. പ്രധാനമായിട്ട് ഇതിൽ നോക്കേണ്ടത് ഒന്ന് ഗവേൺ ചെയ്യുന്നത്. Auditing governed by all various kinds of rules, regulations, acts. മറ്റേതാണ് may or may not ആണ്. ടൈം പീരിയഡ് ഒന്ന് റിജിഡ് ടൈം ഫ്രെയിംവർക്ക് ആണ്, മറ്റേത് റിജിഡ് അല്ല, ടൈം ഫ്രെയിംവർക്ക് ഉണ്ട് എന്ന് മാത്രം. നേച്ചർ ഓഫ് എവിഡൻസ് വെരി ഇമ്പോർട്ടന്റ്. ഓഡിറ്റിംഗിന് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആണെങ്കിൽ മറ്റേത് ഇൻവെസ്റ്റിഗേഷന് കൺക്ലൂസീവ്. ആ ഡിഫറൻസ് എന്താ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ലേറ്റർ നമ്മൾ പഠിക്കുകയും ചെയ്യും. റിപ്പോർട്ടിംഗ് ഓഡിറ്റിംഗ് ആണെങ്കിൽ ടു ദ ഓണേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇൻവെസ്റ്റിഗേഷൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റ്? ടു ദ പേഴ്സൺ ഓൺ ഹൂസ് ബിഹാഫ് ഐ കണ്ടക്ടഡ് മൈ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, അതാണ് എന്ത് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ടിംഗ് ആസ്പെക്ട് കേട്ടോ. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഈ ടേം വളരെ വ്യക്തമായിട്ട് ഈ 3 ടേംസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ വരാവുന്ന ചില ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ടേംസ് ഒക്കെ നമുക്ക് ഭാവിയിൽ വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യാനുള്ളതാ, യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ബേസിന്റെ വാട്ട് ഈസ് മെൻ ബൈ അക്കൗണ്ടിംഗ്, വാട്ട് ഈസ് മെൻ ബൈ ഓഡിറ്റിംഗ്, വാട്ട് ഈസ് മെൻ ബൈ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിലേറ്റഡ് ആസ്പെക്ട്. ഇത് വളരെ കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുത്തിട്ട് അതെന്ത് ചെയ്യണം, പഠിക്കും വേണം കേട്ടോ. ആ കൃത്യത എക്സാമിന് ഇതേപടി ചോദിക്കില്ല ഒരിക്കലും. ഈ ഭാഗത്ത് നിന്ന് വരാൻ നിങ്ങൾക്ക് യാതില്ല. പക്ഷെ അതിൽ പറയുന്ന പല പോയിന്റുകളും നമ്മൾ ഓർക്കേണ്ടതാണ്. പല ഭാഗത്ത്
യൂസ് ചെയ്യാനാണ് കേട്ടോ. അടുത്ത നോക്കാം, ടൈപ്സ് ഓഫ് ഓഡിറ്റ്. എത്ര തരത്തിലുള്ള ഓഡിറ്റിംഗ് ഉണ്ട്? നമ്മുടെ അക്കൗണ്ടിങ് ഓഡിറ്റ്, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഓഡിറ്റിംഗിലേക്ക് പോവാം ഡയറക്ട്ലി. എന്താ ഓഡിറ്റിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ? ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കണ്ടെയ്ൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് വെരിഫിക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, റെക്കോർഡ്സ്, ഡോക്യുമെന്റ്സ്, വൗച്ചേഴ്സ് എക്സെട്ര ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ പറയുന്ന ഓഡിറ്റിംഗ് എത്ര തരത്തിലുള്ള ഓഡിറ്റിംഗ് ഉണ്ട്? എല്ലാവർക്കും ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്? എല്ലാ ഓർഗനൈസേഷൻ ഓഡിറ്റിംഗ് മാൻഡേറ്ററി ആണോ? അത്രയും ആസ്പെക്ട് ആണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത് കേട്ടോ. സോ ടൈപ്സ് ഓഫ് ഓഡിറ്റ്, എത്ര തരത്തിലുള്ള ഓഡിറ്റ് ഉണ്ട്? അത് എക്സാമിനേഷൻ എഴുതാവുന്ന രീതിയിൽ, എക്സാമിനേഷന് ചോദിക്കാവുന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടുത്തെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചോളൂ, ആദ്യത്തെ വാചകം ശ്രദ്ധിക്കുക. ഓഡിറ്റിംഗ് ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ ഓൾ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ്. വെരി ഇമ്പോർട്ടന്റ്. ഓഡിറ്റിംഗ് ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ ഓൾ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷൻ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട, എല്ലാ തരത്തിൽപ്പെട്ട ഓർഗനൈസേഷനും എന്തല്ല, ഓഡിറ്റിംഗ് മാൻഡേറ്ററി അല്ല. ഓക്കെ, സോ ഓഡിറ്റിംഗ് ഈസ്, ഈ വാചകം അതേപടി പഠിക്കുക കേട്ടോ. ഓഡിറ്റിംഗ് ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ ഓൾ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനും ഓഡിറ്റിംഗ് എന്തല്ല, മാൻഡേറ്ററി അല്ല. പിന്നെന്താ പറയണത്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെന്റ്സ് ഓഫ് ലോയിലെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട്, depending upon the requirements of law requirements അനുസരിച്ചിട്ട് the audits are classified into two. ഓഡിറ്റിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഡിപ്പെൻഡിങ് upon the requirements of law, the audit is classified into two. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, then നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സോ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, രണ്ടായിട്ട് ഓഡിറ്റിങ്ങിനെ തരുന്നത്. എങ്ങനെയാ? ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെന്റ്സ് ഓഫ് ലോ. നമ്മൾ ആദ്യത്തെ വാചകം പറഞ്ഞു, ഓഡിറ്റിംഗ് ഈസ് നോട്ട് അറ്റ് ഓൾ മാൻഡേറ്ററി ഫോർ ഓൾ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ. എക്സാമിന് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, വെദർ ഓഡിറ്റിംഗ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ. അത് അതേപടി ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. സോ ഓഡിറ്റിംഗ് ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ ഓൾ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, ബട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെന്റ്സ് ഓഫ് ലോ. ആ വാചകം അതേപടി എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ചില കാര്യങ്ങൾ അതേപടി എഴുതാൻ പറയും, അത് അതേപടി തന്നെ എഴുതണം, ആ ടേംസ് ഒക്കെ. ഓക്കെ, depending upon the requirements of law, the audits are classified into two. One is the statutory audit, other is the non-statutory audit. പേരിന് നോക്കുക, statutory audit, non-statutory audit. Statutory audit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ audit mandatory under any law for the time being in force. അല്ലെ? ഇപ്പൊ നിലവിലെ നിയമപ്രകാരം for the time being in force, the law which is prevailing. Okay, ഇപ്പൊ നിലവിലുള്ള ചില നിയമപ്രകാരം ഓഡിറ്റ് മാൻഡേറ്ററി ആണെങ്കിൽ അതിനെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് വിളിക്കും. അതിനെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സോ ഇഫ് ദ ഓഡിറ്റ് ഈസ് മാൻഡേറ്ററി അണ്ടർ എനി ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് എന്ത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലീഗൽ റിക്വയർമെന്റ്സ് ഓഫ് ലോ, അല്ലെങ്കിൽ ലീഗൽ റിക്വയർമെന്റ്സ് എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ ഇഫ് ഓഡിറ്റ് ഈസ് മാൻഡേറ്ററി അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്, ഇപ്പൊ നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം ഓഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് വിളിക്കും. കമ്പൽസറി ഓഡിറ്റ് അണ്ടർ ലോ എന്നും പറയാം. അതിനെ കമ്പൽസറി ഓഡിറ്റ് അണ്ടർ ലോ എന്നും പറയാം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയാം, കമ്പൽസറി ഓഡിറ്റ് അണ്ടർ എനി ലോ എന്നും പറയാം. സോ ഇഫ് ദ ഓഡിറ്റ് ഈസ് മാൻഡേറ്ററി ആസ് പെർ എനി ലോ, അത് ഏത് ലോ ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 44AB, ഓക്കെ, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട്, അല്ലെങ്കിൽ ട്രസ്റ്റ് ആക്ട്, ഓക്കെ, അല്ലെങ്കിൽ GST ആക്ട്, ഏത് ആക്ട് പ്രകാരം ആയിക്കോട്ടെ, ഇഫ് ദ ആക്ട് സേസ് യു ഹാവ് ടു ഓഡിറ്റ്, then such audit is known as statutory audit or compulsory audit under law. Non-statutory audit എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കാം അല്ലെ. ലോ പ്രകാരം ഓഡിറ്റ് ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് വോളണ്ടറി ഓഡിറ്റ്. അപ്പൊ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ, ഓഡിറ്റ് നിർബന്ധമില്ല എന്ന് പറഞ്ഞു അല്ലെ, ഓഡിറ്റ് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ വോളണ്ടറി ഓഡിറ്റ് എന്ന് വിളിക്കാം. ഓഡിറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ദ ഓണേഴ്സ്, ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് മാനേജ്മെന്റ്. അങ്ങനെയാണെങ്കിൽ അതിന് വോളണ്ടറി ഓഡിറ്റ് എന്ന് വിളിക്കാം, അതിനെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് വിളിക്കാനും പറ്റില്ല. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടേം ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെന്റ്സ് ഓഫ് ലോ, ദ ഓഡിറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഈസ് മാൻഡേറ്ററി അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്, അതിനെ കമ്പൽസറി ഓഡിറ്റ് അണ്ടർ എനി ലോ എന്ന് പറയാം. വോളണ്ടറി ഓഡിറ്റ്, അവിടെ ഓഡിറ്റ് നിർബന്ധമില്ല. നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ലോ പ്രകാരം നിർബന്ധമില്ല. മാനേജ്മെന്റ് അറ്റ് ദയർ ഡിസ്ക്രിപ്ഷൻ, ഓണേഴ്സ് അറ്റ് ദയർ ഡിസ്ക്രിപ്ഷൻ, അവർക്ക് സ്വമേധയാ തീരുമാനിക്കാം ടു ഓഡിറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അങ്ങനെയാണ് വോളണ്ടറി ഓഡിറ്റ് എന്ന് പറയും. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, the organization which requires compulsory audit under law is known as statutory audit. അതിനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു മാത്രം കേട്ടോ. എന്താ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? The organization that requires
compulsory audit that requires compulsory audit under law is called as statutory audit. If the law says that you should audit, അങ്ങനെയാണെങ്കിൽ അതിനെ statutory audit എന്ന് വിളിക്കാം. Okay, ഇങ്ങനെ എക്സാമ്പിൾസ് നോക്കാം. കമ്പനീസ് ആണെങ്കിൽ ഓഡിറ്റ് അണ്ടർ കമ്പനീസ് ആക്ട് നിർബന്ധമായിട്ടും, ഇറസ്പെക്റ്റീവ് ഓഫ് ടേൺ ഓവർ, ഇറസ്പെക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, കമ്പനീസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഓഡിറ്റ് ചെയ്യണം കമ്പനീസ് ആക്ട് പ്രകാരം. ഇനി ബാങ്കുകളാണ് എങ്കിൽ ഓഡിറ്റ് ആസ് പെർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഓഡിറ്റ് ചെയ്യണം. എനി അതർ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, HUF, അതൊക്കെ ആണെങ്കിൽ സെക്ഷൻ 44AB ഓഫ് IT ആക്ട് അപ്ലൈ. കാരണം ഒരു പ്രൊപ്രൈറ്റർഷിപ്പിനോ പാർട്ട്ണർഷിപ്പിന് എന്തുണ്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട്, HUFന്റെ ആക്ട് ഉണ്ടാവാം, പ്രൊപ്രൈറ്റർഷിപ്പിന് ഒരു ആക്ട് ഇല്ല, പർട്ടിക്കുലർ ആക്ട്. പക്ഷെ ഇതിന്റെ ഓഡിറ്റ് തീരുമാനിക്കുന്ന ഇൻകം ടാക്സ് ആക്ട് ആണ് കേട്ടോ, കാരണം വേറെ ഓഡിറ്റ് ഒന്നും അപ്ലിക്കബിൾ ആയിരിക്കില്ല ഒരിക്കലും. സോ അങ്ങനെ 44AB 2 crores 5 crores രണ്ട് ലിമിറ്റ് പറയുന്നുണ്ട് 44AB. ബിസിനസ് ആണെങ്കിൽ, പ്രൊഫഷൻ ആണെങ്കിൽ എന്തോ വേറെ ടേൺ ഓവർ പറയുന്നത് 50 lakhs ഉണ്ട് അല്ലെ, ഇത് എക്സീഡ് ചെയ്താൽ മാത്രമേ ഓഡിറ്റ് ആവശ്യമുള്ളൂ എന്ന് പറയുന്നത്. ദെൻ 44AD എന്ന് പറഞ്ഞ സെക്ഷനിൽ ചിലപ്പോൾ ഓഡിറ്റിന്റെ കമ്പൽസറി വരാൻ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ. സോ 44AB അപ്ലിക്കബിൾ ആണെങ്കിൽ മറ്റു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ആക്ട് പ്രകാരം ഓഡിറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് എക്സാമ്പിൾസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. കമ്പനിയാണ് നിർബന്ധമായിട്ടും, അവിടെ ഇങ്ങനെയില്ല, കമ്പനീസ് ഒക്കെ ഓഡിറ്റ് ചെയ്തേ പറ്റും, അവിടെ ടേൺ ഓവറിനോ പ്രോഫിറ്റോ ലോസിനോ ഇമ്പോർട്ടൻസ് ഇല്ല. ബാങ്ക്സ് ആണ് ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രകാരം. അതേപോലെ തന്നെ അതർ ഓർഗനൈസേഷൻ, കേസ് ഓഫ് പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, HUF, ഇതൊക്കെ നിങ്ങളെ ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോകാൻ കാരണം നിങ്ങൾക്ക് ഈ ഭാഗം 44AB എന്നൊക്കെ ഇൻകം ടാക്സിൽ പഠിച്ചിട്ടുള്ള ഭാഗമായിരിക്കും അല്ലെ. സോ 44AB സെക്ഷൻ അപ്ലിക്കബിൾ ആണെങ്കിൽ IT ആക്ട്, ഇൻകം ടാക്സ് ആക്ട് ആണ് ഉദ്ദേശിച്ചിട്ടോ, നോട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 44AB അപ്ലിക്കബിൾ ആണെങ്കിൽ അവർക്ക് എന്ത് വരും, കമ്പൽസറി ഓഡിറ്റ് വരും. 44AB അപ്ലിക്കബിൾ ഇല്ലാത്ത ഓഡിറ്റ് എന്താ ഓർഗനൈസേഷൻസ്, പ്രൊപ്രൈറ്റർ, പാർട്ട്ണർഷിപ്പ്, HUF ആണെങ്കിൽ അപ്പോൾ അവർക്ക് ഓഡിറ്റ് മാൻഡേറ്ററി ആവില്ല. ഓക്കെ, so what is statutory audit? The organization which requires compulsory audit under law is known as statutory audit. And examples are Companies Act, banks, bank regulation, and other organizations like proprietorship, partnership, HUF. ഈ 44AB of Income Tax Act 1961 apply. ഇനി ഇവിടെ നോക്കേണ്ടത്, the auditor shall be independent in the case of statutory audit. അത് statutory audit മാത്രമല്ല, എല്ലാ ഓഡിറ്റിലും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡന്റ് എന്ന ടേം നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കും. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട വിധം ഞാൻ പറഞ്ഞിരുന്നു, വിത്തൗട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് അതേഴ്സ് അല്ലെ, വിത്തൗട്ട് കൺസിഡറിംഗ് ദ വിഷസ് ആൻഡ് ഡയറക്ഷൻസ് ഓഫ് അതേഴ്സ്. I am applying my skill, my talent, my knowledge, my judgment. അങ്ങനെയാണ് ഇൻഡിപെൻഡന്റ്. ഞാൻ എന്റെ ഒപ്പീനിയൻ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഞാൻ എന്റെ സ്കില്ലാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ എവിഡൻസസ് കളക്ട് ചെയ്യുന്നത്, എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പ്രൊസീജിയേഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അതിനെ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് എന്ന് പറയും. സോ ഓഡിറ്റർ ഷാൾ ബി ഇൻഡിപെൻഡന്റ്. ഓഡിറ്റർ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഈ ഇൻഡിപെൻഡന്റ് എന്താന്ന് ഞാൻ പറഞ്ഞു, പിന്നീട് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇവിടെ ചെറുതായിട്ട് സൂചിപ്പിക്കുന്നു, രണ്ട് തരത്തിൽ ഇൻഡിപെൻഡൻസിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ്, രണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ്. രണ്ട് രീതിയിൽ ഇൻഡിപെൻഡൻസ് പ്രകടമാക്കാനുണ്ട് ഒരു ഓഡിറ്റർ. ഒന്ന് ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ്. ഞാൻ മൈൻഡ് കൊണ്ട് പറയുകയാണെന്ത്, ഐ വിൽ കംപ്ലൈ ടു ദ സ്റ്റാൻഡേർഡ്സ്, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഞാൻ എത്തിക്സ് ഫോളോ ചെയ്യും, ഞാൻ ഹോണസ്റ്റ് ആയിരിക്കും, ട്രസ്റ്റ് വർത്തി ആയിരിക്കും, ഞാൻ എന്ത് ചെയ്യില്ല, തെറ്റായിട്ട കാര്യങ്ങൾ ചെയ്യില്ല, അവൈലബിൾ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ഞാൻ ഓഡിറ്റിലോ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അല്ലാതെ ഞാൻ ക്ലയന്റ് പറയണത് എല്ലാം അതേപടി വിശ്വസിക്കില്ല, അവർ പറയുന്ന കള്ളത്തരങ്ങൾ കൂട്ടിയില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ സജ്ജമാവുകയാണെങ്കിൽ അതിന് ഇൻഡിപെൻഡന്റ് ഓഫ് മൈൻഡ് എന്ന് പറയും. ഇൻഡിപെൻഡന്റ് ഇൻ അപ്പിയറൻസ് പറയണെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ, അതായത് കോമൺ യൂസേഴ്സിന് മുമ്പിൽ ഞാൻ ഇൻഡിപെൻഡന്റ് തോന്നിപ്പിക്കണം. അതിനെ പറയണ പേരാ ഇൻഡിപെൻഡന്റ് ഇൻ അപ്പിയറൻസ്. ഓക്കെ, ഇത് രണ്ടും ആയിരിക്കണം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജനറൽ പർപ്പസ് കോമൺ യൂസേഴ്സിന്, ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന കോമൺ യൂസേഴ്സിന്റെ മുമ്പിലും അയാൾ ഇൻഡിപെൻഡന്റ് എന്ന അപ്പിയറൻസ് ഉണ്ടായിരിക്കണം. അത് മനസ്സുകൊണ്ടും എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ്, ഞാൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യും, ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടില്ല, അതിന് വഴങ്ങി നിൽക്കില്ല എന്ന് മനസ്സുകൊണ്ട് അയാൾ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ചേർന്നതാണ് ഇൻഡിപെൻഡൻസ് ഉള്ളത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എപ്പോഴും ഇൻഡിപെൻഡന്റ് മൈൻഡും ഇൻഡിപെൻഡന്റ് അപ്പിയറൻസ് ആയിരിക്കണം. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഇൻ മൈൻഡും ഇൻഡിപെൻഡന്റ് അപ്പിയറൻസും ആയിരിക്കണം. The rights and duties of auditors are determined as per the provisions. Okay, as per the provisions of respective act. ഏത് ആക്ട് പ്രകാരമാണ് ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത്,
ആക്ടിന്റെ പ്രൊവിഷൻസിലെ എന്റെ റൈറ്റ്സ് എന്താ, എന്റെ ഡ്യൂട്ടീസ് എന്താ, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താ, ഇതൊക്കെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ടാവും. ആൻഡ് ത്രൂ ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടേം കേട്ടോ, ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ്. ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് വഴിയും എന്റെ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്താ ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ്? ഞാനെന്ന ഓഡിറ്ററും ക്ലയന്റും നമ്മളുടെ എഗ്രിമെന്റിനെ പറയുന്ന പേരാണിത് ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ്. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കും എന്താ ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് എന്നുള്ളത്. സോ എന്റെ ഡ്യൂട്ടീസ്, ഓഡിറ്റർ എന്ന എന്റെ ഡ്യൂട്ടീസും എന്റെ റെസ്പോൺസിബിലിറ്റീസും എന്റെ റൈറ്റ്സും പവേഴ്സ് ഒക്കെ ആ ആക്ട് പ്രകാരം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിൻ ചെയ്യാം. അതുപോലെ ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് വഴി എന്ത് ചെയ്യാം, ഡിറ്റർമിൻ ചെയ്യാം. ഏത് കേസാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണെങ്കിൽ. 3 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെ 3 കാര്യങ്ങൾ പറഞ്ഞു? ഒന്ന് എക്സാമ്പിൾസ് പറഞ്ഞു അല്ലെ. എന്താ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്? If the organizations requires compulsory audit under any law for the time being in force, it is known as statutory audit. Companies as per Companies Act, bank as per Banking Regulation Act, any other organization, proprietorship or partnership, HUF ആണെങ്കിൽ section 44 AB of Income Tax Act 1961 അപ്ലൈ ആയാൽ മാത്രം. Then auditor എങ്ങനെയായിരിക്കണം? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഇൻഡിപെൻഡന്റ് മൈൻഡ്, ഇൻഡിപെൻഡന്റ് അപ്പിയറൻസ് ഉണ്ടായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ ആയിരിക്കണം. And the rights duties powers responsibilities are determined as per the provisions of the respective act. Income tax ആണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. കമ്പനീസ് ആക്ടിൽ തന്നെ അതിന്റെ പ്രൊവിഷൻസിനെ ബേസ് ചെയ്ത് റൈറ്റ്സും ഡ്യൂട്ടീസും റെസ്പോൺസിബിൾ പവേഴ്സും ഉണ്ടാവും. ആൻഡ് ത്രൂ ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ്, ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആസ് പെർ ദ സ്റ്റാറ്റ്യൂട്ട്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ വോളണ്ടറി ഓഡിറ്റ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പൊ വോളണ്ടറി ഓഡിറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതല്ലേ. ഒരു നിയമപ്രകാരം ഓഡിറ്റ് ചെയ്യാൻ അവകാശപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നിയമപ്രകാരം ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് മാനേജ്മെന്റ് അറ്റ് ദെയർ ഡിസ്ക്രിപ്ഷൻ ഫോർ സം പർപ്പസ് അവരെന്ത് ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്യാൻ പറയുന്നു. സോ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ, even though, so what is voluntary audit? It is the appointment of auditor. Auditor appoint ചെയ്യുന്നു even though the audit is not mandatory under law. അപ്പൊ നിയമപ്രകാരം ഓഡിറ്റിംഗ് മാൻഡേറ്ററി അല്ല, എന്നിട്ടും ഓഡിറ്റ് ചെയ്യാനായിട്ട് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഓർ വോളണ്ടറി ഓഡിറ്റ്. മാനേജ്മെന്റ് സ്വമേധയാൽ അപ്പോയിന്റ് ചെയ്യണ, സ്വമേധയാൽ തീരുമാനിക്കണോണ്ടാണ് അതിനെ വോളണ്ടറി ഓഡിറ്റ് എന്നും എന്ത് ചെയ്യാൻ പറയാനായിട്ട് കാരണം. സോ what is voluntary audit? If the auditor is appointed even though the audit is not mandatory, even though the audit is mandatory under law, it is known as non-statutory audit or voluntary audit. And in voluntary audit ആണെങ്കിൽ എന്തായിരിക്കണം എന്നാ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. The auditor need not be independent. Auditor ഒരിക്കലും എന്താവണമെന്നില്ല, ഇൻഡിപെൻഡന്റ് ആവണമെന്നില്ല. The auditor need not be independent. Auditor ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആവണമെന്നില്ല. എങ്ങനെ? ഇൻ ടേംസ് ഓഫ് അപ്പിയറൻസ്. ഓഡിറ്റർ ഒരിക്കലും ഇൻ ടേംസ് ഓഫ് അപ്പിയറൻസ് എന്താവണമെന്നില്ല, ശ്രദ്ധിക്കേണ്ട. ഇൻ ടേംസ് ഓഫ് അപ്പിയറൻസ്. അപ്പിയറൻസ് പറഞ്ഞാൽ നമ്മള് 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇൻ മൈൻഡ് ഉണ്ട്, അപ്പിയറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ അല്ലെ. മൈൻഡിൽ ഞാൻ എന്തായിരിക്കണം? ഐ ഷുഡ് പെർഫോം, ഐ വിൽ പെർഫോം ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഐ വിൽ കംപ്ലൈ വിത്ത് ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഐ വിൽ പെർഫോം ദ ഓഡിറ്റ് ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്വാളിറ്റി. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഞാൻ ഓഡിറ്റ് ചെയ്യുള്ളൂ. ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടില്ല, ചെയ്യാൻ നിൽക്കില്ല. പക്ഷെ ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് നീഡ് നോട്ട് ബി ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ്. ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ ജനറൽ പബ്ലിക് വരുന്നില്ല വോളണ്ടറി ഓഡിറ്റില്. മാനേജ്മെന്റ് അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ ആവശ്യത്തിനാണ് അല്ലെ. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ കൊണ്ടും ചെയ്യിപ്പിക്കാം. ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് ആവണമെന്നില്ല. ഓക്കെ, ബട്ട് ദ ഓഡിറ്റ് പ്രോസസ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ഇൻഡിപെൻഡന്റ്ലി. അതാണ് നേരത്തെ പറയാം, ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ് ഉണ്ടായിരിക്കണം. അപ്പൊ ദ ഓഡിറ്റർ നീഡ് നോട്ട് ബി ഇൻഡിപെൻഡന്റ് ഇൻ ടേംസ് ഓഫ് അപ്പിയറൻസ്. അപ്പിയറൻസിൽ ഇൻഡിപെൻഡന്റ് തോന്നിപ്പിക്കണമെന്നില്ല. പക്ഷെ ഓഡിറ്റ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡന്റ്ലി ആയിരിക്കണം. അത് ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ് ഉണ്ടായിരിക്കണം. അപ്പൊ ഒന്നുകൂടി വ്യക്തമാക്കി തരാം എന്താ ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡും ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസും. ഞാൻ പറഞ്ഞു, വീണ്ടും അത് പഠിക്കും, എന്നാലും ഞാൻ അത് വ്യക്തമാക്കി തരുന്നു. ഫോർ എക്സാമ്പിൾ, എന്റെ റിലേറ്റീവിന്റെ ഒരു സ്ഥാപനം എന്നെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു വിചാരിക്കാം. എന്റെ റിലേറ്റീവിന്റെ സ്ഥാപനം എന്റെ ഓഡിറ്റർ, റിലേറ്റീവ് എന്ന് പറയുമ്പോൾ സിസ്റ്ററിന് എടുക്കുക. എന്റെ സിസ്റ്റർ ഡയറക്ടർ ആയിട്ടുള്ള, മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ഓഡിറ്റ് എന്നെ ഏൽപ്പിച്ചു. അപ്പൊ ഞാൻ പറയണേ എന്റെ സിസ്റ്ററുടെ സ്ഥാപനമാണ്. സോ പക്ഷെ എന്നാലും ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഞാൻ എല്ലാം നിയമപ്രകാരം മാത്രമേ പോകുള്ളൂ. അവിടെ എന്തെങ്കിലും ഞാൻ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യും, അല്ലാണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും നിൽക്കില്ല എന്ന് ഞാനൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാണെങ്കിൽ അത് ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞാൻ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സെങ്ങനെയായാൽ പോലും ജനറൽ പബ്ലിക്, ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഗവൺമെന്റ്, അതർ ക്രെഡിറ്റേഴ്സ്, ലെൻഡേഴ്സ്, ഇവരുടെ മനസ്സിലൊക്കെ എന്താ പറയാ, ഈ മനുഷ്യൻ എന്ന് പറയുന്ന മറ്റുള്ള ബ്രദർ അല്ലേ,
അപ്പൊ അയാൾ കള്ളത്തരം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ he is not independent in appearance. അതായത് റിലേറ്റഡ് പാർട്ടി ആവാൻ പാടില്ല എന്നർത്ഥം. അതാണ് ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിലേറ്റഡ് പാർട്ടി ആവാൻ പാടില്ല. അൺറിലേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് കൊണ്ടുവരാൻ പറ്റും. റിലേഷൻഷിപ്പ് എവിടെയും വന്നു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് കൊണ്ടുവരാൻ പറ്റില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ രണ്ടും വേണമെന്ന് പറഞ്ഞു. അപ്പൊ അൺറിലേറ്റഡ് പേഴ്സൺ ആയിരിക്കണം ഓഡിറ്റ് ചെയ്യേണ്ടത്. അതിൽ ആറ്റിറ്റ്യൂഡ് ഇൻഡിപെൻഡൻസിന് അപ്ലൈ ചെയ്യാവുന്ന രീതിയിലായിരിക്കണം. വോളണ്ടറി ഓഡിറ്റ് വരുമ്പോൾ ഇൻഡിപെൻഡൻസ് മൈൻഡിലായിരിക്കണം. ഞാൻ മനസ്സുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്ത രീതിയിൽ വേണം ചെയ്യാൻ. പക്ഷെ റിലേറ്റഡ് പേഴ്സൺ ഓഡിറ്റ് ചെയ്താലും തെറ്റില്ല. അതാണ് ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് വേണ്ട എന്ന് പറയാൻ. റിലേറ്റഡ് പേഴ്സണും എന്ത് ചെയ്യാം, ഓഡിറ്റ് ചെയ്യാം. സോ ഓഡിറ്റർ നീഡ് നോട്ട് ബി ഇൻഡിപെൻഡന്റ് ഇൻ ടേംസ് ഓഫ് അപ്പിയറൻസ്, ബട്ട് audit process should be carried out independently. അപ്പൊ ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ് ഉണ്ടായിരിക്കണം. ആൻഡ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ഓഡിറ്റർ ആർ ഡിറ്റർമിൻഡ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ സ്റ്റാറ്റ്യൂട്ട് പറയുന്നുണ്ടോ പ്രൊവിഷൻസ് അല്ലേ, ഇവിടെ ഒരു സ്റ്റാറ്റ്യൂട്ട് ഇല്ല അല്ലെ. സോ ബേസ്ഡ് ഓൺ ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ്. അപ്പൊ ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് അതായത് പറഞ്ഞ എഗ്രിമെന്റിലാണ് ഓഡിറ്റർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസും പവേഴ്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവുക, മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. സോ വാട്ട് ഈസ് വോളണ്ടറി ഓഡിറ്റ്? ഇഫ് ദ ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ഈവൻ ദോ ദർ ഈസ് നോ മാൻഡേറ്ററി ആസ് പെർ ദ സ്റ്റാറ്റ്യൂട്ട്, it is known as voluntary audit or non-statutory audit. The auditor need not be independent in appearance, but he should perform the audit process independently. That means he should adhere to independence of mind. And the rights and duties of auditor are determined based on letter of engagement. ഇത്രയാണ് നമ്മൾക്ക് ടൈപ്സ് ഓഫ് ഓഡിറ്റിംഗിൽ പഠിക്കാനുള്ളത്. പക്ഷെ വളരെ വ്യക്തമായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം, ബിക്കോസ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് ചോദിക്കാറുള്ളതാണ്. ഈ സാധനം അതേപടി ചോദിക്കാൻ ട്രൂ ഓർ ഫോൾസ് ആയിട്ട് 4 മാർക്കിന് 8 മാർക്കിനൊക്കെ. വെദർ ഓഡിറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ ഫോൾസ് എന്നാണ് ഉത്തരം വരേണ്ടത് അല്ലെ. ഓഡിറ്റിംഗ് ഈസ് നോട്ട് അറ്റ് ഓൾ മാൻഡേറ്ററി ഫോർ ഓൾ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, ബട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെന്റ്സ് ഓഫ് ലോ. അതും കൂടി എഴുതിക്കണം കേട്ടോ, ട്രൂ ഓർ ഫോൾസ് ആണെങ്കിൽ പോലും. ദ ഓഡിറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഏതാ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, non-statutory audit. If the audit is compulsory as per law prevailing in the economy or as per the law being in force, it is known as compulsory audit. Adalla engil, even though there is no mandatory, there is no audit required as per the statute, but the auditor is appointed, aina parayna voluntary audit at the discretion of management. Then statutory audits ആണെങ്കിൽ നമ്മൾ പറഞ്ഞു Companies Act, Banking Regulation Act, other Organization Act 44AB of Income Tax Act. അവർക്ക് ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ്, ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് ഉണ്ടായിരിക്കണം. Statutory auditor rights, duties, responsibilities ഒക്കെ as per the provisions of act determine ചെയ്യാം, through letter of engagement determine ചെയ്യാം. On the other hand, in the case of voluntary audit, അവിടെ എന്താ, ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ് ഉണ്ടായിരിക്കണം, അപ്പിയറൻസ് നീഡ് നോട്ട് ബി ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ്. ആയതുകൊണ്ട് കുഴപ്പമില്ല, റിലേറ്റഡ് പാർട്ടി ആവാൻ, റിലേറ്റഡ് പാർട്ടി ആയാലും കുഴപ്പമില്ല, ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻ അപ്പിയറൻസ് നിർബന്ധമില്ല. ഇനി റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് അല്ല, ലെറ്റർ ഓഫ് എൻഗേജ്മെന്റ് വഴിയാണ് ചെയ്തിട്ടുണ്ടാവുക, ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഓഡിറ്റ്. അപ്പൊ ഓഡിറ്റിംഗ് 2 തരത്തിലുണ്ടെന്ന് മനസ്സിലായി. Statutory audit, non-statutory audit.